السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. اللهم صل على محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. بكاء بكاء من سجوني معبدي بذكرى وفاة الهاشمي محمدي. بكينا وأبكتنا وفاة نبينا فكنا حيارى بالنبي محمد. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. فيا ربي وفقنا لزورات قبره وشفعه فينا يا إله محمد. صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. ഏറെ ആദരവും ബഹുമാനവും നിറഞ്ഞ സ്റ്റേജിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദ് അസ്ഹർ അലി ദാരിമി, എന്നെ കേൾക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ജല്ല ജലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മുബാറക്കായ മജ്ലിസ് നമ്മിൽ നിന്ന് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. ഇതിനേക്കാളും ഖൈറായ വിധത്തിൽ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് നീറുന്ന പ്രശ്നങ്ങളുമായിട്ടാണ് പ്രിയപ്പെട്ട സഹോദരന്മാരും സഹോദരിമാരും ഈ മുബാറക്കായ മജ്ലിസിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാവരുടെ പ്രയാസങ്ങൾക്കും നീ പരിഹാരം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്.
പല പള്ളിപ്പറമ്പിന്റെയും ശിശ്മശാലത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. ഓരോരുത്തരുടെയും ഖബറുകളിലേക്ക് ഇതിന്റെ സവാബിനെ നീ എത്തിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെയുള്ള ബർസഖിയായ ജീവിതത്തിൽ സുഖവും സന്തോഷവും റാഹത്തും നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ലൈല സാധനങ്ങൾ സംഭാവന ചെയ്തുകൊണ്ട് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരുടെയൊക്കെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദീനിനെ സഹായിക്കാൻ വേണ്ടി അല്ലാഹുവേ ഈ മദ്രസയിലേക്ക് സംഭാവന ചെയ്യുന്ന കാരണം കൊണ്ട് ഇതിനേക്കാളും വിലപിടിപ്പുള്ള വസ്തുക്കൾ നിന്റെ സുഖലോക സ്വർഗത്തിൽ അവർക്ക് നീ നൽകണേ റഹ്മാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിനെ കുറിച്ചാണ്. സ്ഥാനത്ത് സംസാരിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും റബ്ബ് തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നത്തെ സദസ്സ് പിരിയുമ്പോ ഒരാളുടെ കണ്ണും നിറയാതെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനിടയാവരുത്. ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വേർപാട് എന്ന് പറയുന്നത്, വഫാത്ത് എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ്. സ്വഹാബത്തിന് സമനില വരെ തെറ്റിപ്പോയൊരു രംഗമാണ് റസൂലുള്ളാഹിന്റെ വഫാത്ത് എന്ന് പറയുന്നത്. മഹാനായ അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള ആളുകൾ സ്ഥലത്ത് പോലും ഉണ്ടായിരുന്നില്ല അള്ളാഹിന്റെ റസൂല് മരണപ്പെട്ടപ്പോൾ. ഞാൻ അതിലേക്ക് കടന്നു വരാം. ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാൻ പോലും ആലോചിക്കാൻ പോലും പറ്റാത്ത സംഗതിയാണ് റസൂലുള്ളാഹിന്റെ വഫാത്ത് എന്ന് പറയുന്നത്. അതുകൊണ്ട് കണ്ണിൽ നിന്ന് ഇന്ന് കണ്ണുനീര് വരാതെ ഒരാളും പിരിഞ്ഞു പോകരുത്. ഇന്ന് നമ്മുടെ അവസാനത്തെ വയലിന്റെ ദിവസമാണ്. ഏതാവട്ടെ, ഞാൻ എൻ്റെ വിഷയത്തിലൂടെ കടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ വിശാല വിസ്തൃതമായ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് സൗകര്യങ്ങൾ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം ഉമ്മത്തിനിക്ക് നൽകിയിട്ടുണ്ട്. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. സാമ്പത്തികപരമായും സൗകര്യപരമായും ഒരുപാട് മുന്നേറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഭൗതികമായ ലോകത്തുള്ള നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്ന് ആലോചിച്ചാൽ ഈ ജീവിതം അല്ലാഹുവിന്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് എന്ന് കണ്ടെത്താൻ പ്രയാസമില്ല. ഈ ബിസ്രാദ്വീപ് എന്ന കൊച്ചു തുരുത്തിൽ താമസിക്കുന്ന നമ്മൾ ഇന്ന മാതാപിതാക്കളുടെ സന്തതികളായി ഇന്ന നിറത്തിൽ ഇന്ന ജനനേന്ദ്രിയത്തോടുകൂടെ എന്നെ ജീവിപ്പിക്കണമെന്ന് അള്ളാഹുവിനോട് ഒരു അപേക്ഷ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നുമല്ല നമ്മളിവിടെ ജീവിക്കുന്നത്. മറിച്ച് സൃഷ്ടാവും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് നമുക്ക് കനിഞ്ഞരുളിയിട്ടുള്ളതാണ് ഈ ജീവിതവും ഈ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിട്ടുള്ള സകലതും. ജീവിതം അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹമാണ് എന്നതുപോലെ തന്നെ ഈ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിന്റെ തുള്ളിയുടെ സന്ദർഭത്തിൽ സംഭവിക്കുന്ന മരണമെന്ന പ്രതിഭാസം അത് അല്ലാഹുവിന്റെ സുരക്ഷിതമാണ്, അത് അല്ലാഹുവിന്റെ നിശ്ചയമാണ്. ആ നിശ്ചയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ജീവിക്കുന്ന ഒരാൾക്കും സാധ്യമല്ല. മരണമെന്ന പ്രതിഭാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ അതിന് അവകാശപ്പെട്ട ഒരേ ഒരാൾ മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. ഈ വിഷയം എവിടം വരെ എത്തിക്കാൻ കഴിയും എന്നെനിക്ക് പറയാൻ കഴിയില്ല. കാരണം എന്റെ ശബ്ദത്തിൽ ഇന്ന് വലിയൊരു പ്രശ്നമുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ആദ്യമായിട്ട് ഉണർത്തുകയാണ്. ഇതെവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഏതായാലും എനിക്ക് നൽകിയിട്ടുള്ള വളരെ കുറഞ്ഞ സമയം ഇൻഷാ അല്ലാഹ് വളരെ റാഹത്തായ നിലയിൽ ഇത് അവതരിപ്പിക്കും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ.
ഏതാവട്ടെ മരണമെന്ന പ്രതിഭാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവിടെ ആർക്കെങ്കിലും കഴിയുമായിരുന്നെങ്കിൽ അതിന് അവകാശപ്പെട്ട ഒരേ ഒരാൾ മാത്രമേ ഇവിടെ ജീവിച്ചിട്ടുള്ളൂ. ആരുടെ പേരിലാണ് ഈ നൂറുൽ ഹുദ മദ്രസയുടെ കീഴിൽ ഈ പരിപാടി സംഘടിപ്പിച്ചതെങ്കിൽ ഈ സംസ്കാരവും പരിഷ്കാരവും നമുക്ക് ലഭിക്കാൻ അടിസ്ഥാന കാരണക്കാരനായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ, ഉറക്കച്ചൊല്ല് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മാത്രമേ ഇവിടെ ജീവിക്കാൻ കഴിയുമായിരുന്നുള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. മഹാന്മാരൊക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ചത് കാണാം. വലൗ കാനത്തിദ് ദുനിയാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. വൈവിധ്യങ്ങളുടെ പൂങ്കാവനമായ സുഖാസുഹൃതത്തിന്റെ നാടും വീടുമായ നൈമിഷികമായ ഈ ലോകം, ഭൗതികമായ ഈ ലോകം ആർക്കെങ്കിലും ശാശ്വതമാകുമായിരുന്നുവെങ്കിൽ അതിന് അവകാശപ്പെട്ട ഒരാൾ ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ റസൂലിന് മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ. പക്ഷെ അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. ഇനി ഇവിടെ ജനിക്കുന്നതും ഇവിടെ ജീവിക്കുന്നതുമായ എല്ലാവർക്കും മരണം ഉറപ്പാണ്. മരണമെന്ന് പറയുന്നത് എന്താണ്? സത്യത്തിൽ ഒരാൾ ഒരു യഥാർത്ഥ മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അവൻ മരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മഹാന്മാര് പറഞ്ഞു, അൽ മൗതു ജിസ്റുൻ യൂസിലുൽ ഹബീബ ഇലൽ ഹബീബ്. ഒരു സ്നേഹിതനെ തന്റെ സ്നേഹഭാജനത്തിലേക്ക് എത്തിക്കുന്ന പാലമാണ് മരണമെന്ന് പറയുന്നത്. ഒരു സ്നേഹിതന്റെ സ്നേഹഭാജനം അല്ലാഹുവാൻ. അവനിലേക്ക് ഒരു യഥാർത്ഥ വിശ്വാസിയായ അടിമയെ എത്തിക്കുന്ന പാലമാണ് മരണമെന്ന് പറയുന്നത്. ആ മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല. കഴിയുമായിരുന്നെങ്കിൽ കാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. അല്ലാഹുവിന്റെ റസൂലിനെ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. പക്ഷെ അല്ലാഹുവിന്റെ റസൂല് മരണപ്പെട്ടിരിക്കുകയാണ്. ഏതാവട്ടെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്റെ വഅദ് കേൾക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടിയ ഉമ്മമാരെ, ഏത് പ്രവാചകന്മാരും ഈ ലോകത്ത് നിന്ന് മരണപ്പെടുമ്പോൾ സിട്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മരണസമയം അടുക്കുമ്പോൾ അവർക്ക് മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏത് പ്രവാചകന്മാർക്കും. എന്നാൽ ഹബീബായ നബിക്കും അല്ലാഹു തആല അവിടുത്തെ മരണത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്നല്ലേ? ബിനുസൂലി സൂറത്തി ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ഒരു സൂറത്ത് തന്നെ പരിശുദ്ധമായ ഖുർആനിൽ ഇറക്കി കൊടുത്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ തിരുദൂതർക്ക് അവിടുത്തെ മരണത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. എന്താണ് അതിന്റെ അർത്ഥമെന്നറിയോ? ഇദാ ഫതഹല്ലാഹു അലൈക്കൽ ബിലാദ്. ഇദാ ജാഅ നസ്റുല്ലാഹി എന്ന സൂറത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ രേഖപ്പെടുത്തിയത് കാണാം. ഇദാ ഫതഹല്ലാഹു അലൈക്കൽ ബിലാദ്. ആദരവായ നബിയെ, ലോകം മുഴുവനും അങ്ങയുടെ പരിശുദ്ധമായ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ, ഇന്തോനേഷ്യയും ഇന്ത്യയും ജപ്പാനും ഓസ്ട്രേലിയയും എന്നല്ല, ഈ ലോകം മുഴുവനും അങ്ങയുടെ പരിശുദ്ധമായ കാൽ കീഴിൽ വന്നു കഴിഞ്ഞാൽ വദഖലന്നാസു ഫീ ദീനിക അഫ്വാജാ. ലോകത്ത് ജീവിക്കുന്നതായ സകലമാന
മനുഷ്യരും അങ്ങയുടെ പരിശുദ്ധമായ പ്രസ്ഥാനത്തിൽ ആകർഷ്ടരായിട്ട് ഇസ്ലാമിന്റെ സുന്ദരമായ ശാശ്വതമായ തീരത്തിലേക്ക് അവർ കൂട്ടം കൂട്ടമായിട്ട് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ ഹബീബേ അവിടെ അങ്ങ് മനസ്സിലാക്കിക്കൊള്ളണം അങ്ങയുടെ അവധിയായിട്ടുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മോടുള്ള അഭിമുഖത്തിന് വേണ്ടി പ്രവാചകരെ അങ്ങ് ഒരുങ്ങണം നബിയേ. നമ്മുടെ അടുത്തേക്ക് വരാനുള്ള തയ്യാറെടുപ്പ് നടത്തണം നബിയേ എന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുന്നു. എങ്ങനെയാണ് നബിയെ തയ്യാറെടുക്കേണ്ടത്? ബിത്തഹ്മീദ് വൽ ഇസ്തിഗ്ഫാർ. ധാരാളം ഹംദുകൾ ചൊല്ലണം നബിയെ, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം നബിയെ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. നബിയെ ജീവിതത്തിലുടനീളം ഇസ്തിഗ്ഫാർ പതിവാക്കണം നബിയെ. ഹബീബ് നബി തങ്ങളോട് പോലും മരണത്തിന് ഒരുങ്ങാൻ അല്ലാഹു തആല പറഞ്ഞത് ബിത്തഹ്മീദി വൽ ഇസ്തിഗ്ഫാർ. ധാരാളം ഹംദുകൾ ചൊല്ലണം നബിയെ, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം നബിയെ. ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇസ്തിഗ്ഫാർ. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലൂടെയും നമ്മൾ നടന്നു പോകുമ്പോ സാഹചര്യത്തിന്റെ സമ്മർദ്ദങ്ങൾ നമ്മളെ തേടിയെത്തുമ്പോ ഈമാനിന്റെ കുറവ് കൊണ്ട് ഒരുപാട് തെറ്റുകളിലേക്കും കുറ്റങ്ങളിലേക്കും മാനവൻ ഇങ്ങനെ സഞ്ചരിച്ചുപോയി. ഈമാനിന്റെ കുറവ് കൊണ്ട് സംഭവിച്ചു പോയതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല പ്രവാചകനോട് പോലും പറഞ്ഞത് ബിത്തഹ്മീദി വൽ ഇസ്തിഗ്ഫാർ. അങ്ങയുടെ മരണം അടുത്തിരിക്കുന്ന പ്രവാചകരെ, അതുകൊണ്ട് നമ്മുടെ അടുത്തേക്കുള്ള വരവിന് വേണ്ടി അങ്ങ് തയ്യാറെടുപ്പ് നടത്തണം. ബിത്തഹ്മീദി വൽ ധാരാളം ഹംദുകൾ ചൊല്ലണം നബിയെ, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണം. എന്നിട്ട് തയ്യാറെടുപ്പ് നടത്തണം. തീർന്നിട്ടില്ല അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു തആല പറയുന്നു, യാ റസൂലല്ലാഹ് നബിയേ, ഭൗതികമായ സുഖാഡംബരങ്ങളുടെ മേച്ചിൽ പുറങ്ങളേക്കാൾ നമ്മുടെ അടുത്ത് അങ്ങേക്കൊരു വീട് ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് ദുനിയാവിനേക്കാളും ഏറ്റവും ഉത്തമമായ ഗേഹമാണ്. അതുകൊണ്ട് അതുകൊണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിയെ അങ്ങ് നമ്മിലേക്ക് വരാൻ ഒരുങ്ങണം നബിയെ. അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുകയാണ് ആദരവായ നബിയുടെ മരണത്തെക്കുറിച്ച്. അല്ലാഹു തആല മുന്നറിയിപ്പ് നൽകുകയാണ്. സുബ്ഹാന ജല്ല, റസൂലുള്ളാഹിന്റെ മരണം ഇങ്ങനെ അടുത്തു തുടങ്ങിയപ്പോൾ അവിടുത്തെ പ്രഗൽഭരും പ്രതിഭാശാലികളുമായ സ്വഹാബ, അവിടുത്തെ 4 ഖലീഫമാരും സ്വപ്നം കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മരണം ഇങ്ങനെ അടുത്തപ്പോ മുമ്പിലത്തെ രാത്രി 4 ഖലീഫമാരും സ്വപ്നം കാണുകയാണ്. ദിവസങ്ങൾ ഇങ്ങനെ കഴിയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഗൽഭരായ പ്രതിഭാശാലികളായ സ്വഹാബ, നിയലില്ലാത്ത റസൂലിന്റെ നിയലായ സയ്യിദുനാ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ, മഹാനായ സയ്യിദുനാ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ കയറി വരികയാണ് പരിശുദ്ധ റസൂലിന്റെ പരിശുദ്ധമായ ഹദറത്തിലേക്ക്. മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബും കടന്നു വരികയാ, ഉസ്മാൻ ബിൻ അഫ്ഫാനും കടന്നു വരികയാണ്, മഹാനായ അലി ബിൻ അബീ താലിബും കടന്നു വരികയാണ് പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക്. കഴിഞ്ഞ രാത്രി ഇവർ 4 പേർക്കും സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട്. മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു നിയലില്ലാത്ത റസൂലിന്റെ
അനിയലായ സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ട സ്വപ്നം എന്താണെന്നറിയോ? ഫൗർഹാറിന്റെ ഉള്ളിൽ ഇങ്ങനെ അഭയം പ്രാപിച്ചിരുന്നിട്ട് ഒരു ശത്രുവിന്റെ കാല് പർവ്വതത്തിന്റെ മുകളിലോട്ട് പതുക്കെ വന്ന് കണ്ടപ്പോൾ നബിയോട് പറഞ്ഞു, നബിയേ, അതാ ഒരു ശത്രുവിന്റെ കാല് ഞാൻ കണ്ടുവല്ലോ നബിയേ, അവരെങ്ങാനും ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നാൽ പ്രവാചകനെ നബിയെ നമ്മൾ എന്താണ് ചെയ്യുക? എനിക്ക് കുഴപ്പമില്ല, പക്ഷെ അങ്ങയുടെ പൂമേനിയിൽ ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല നബിയെ. ആ സമയത്ത് പറഞ്ഞല്ലോ, ഇന്നല്ലാഹ മഈ, എന്റെ അബൂബക്കർ ഭയപ്പെടണ്ട, എന്റെ അബൂബക്കർ പേടിക്കണ്ട, നമ്മളോടുകൂടെ അല്ലാഹുവിന്റെ മഅയ്യത്തുണ്ട്. അതുകൊണ്ട് അബൂബക്കർ ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, എന്റെ അബൂബക്കർ ദുഃഖിക്കണ്ട, നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ആദ്യം കിടക്കുന്നത് എന്റെ അബൂബക്കറാണെന്ന് റസൂലുള്ള പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ്. അവ്വലു മൻ ആമന ബി അബൂബക്കർ, ഒരു സംശയവും കൂടാതെ എന്നെ ആദ്യമായിട്ട് വിശ്വസിച്ചാൽ അബൂബക്കറാണ്. അവ്വലു മൻ സബ്ബഖനി അബൂബക്കർ, അവ്വലു മൻ യുഹ്ശറു മഈ യൗമൽ ഖിയാമത്തി അബൂബക്കർ എന്ന് റസൂൽ പറഞ്ഞ, വലൗ കുന്തു മുത്തഖിദൻ ഗൈറ റബ്ബി മത്തഖദതു അബൂബക്കറിൻ ഖലീലാ. ഈ ഭൂമി ലോകത്ത് ഇഷ്ടക്കൂട്ടുകാരനായിട്ട് ആരെയെങ്കിലും തെരഞ്ഞെടുക്കാൻ എന്റെ റബ്ബ് എനിക്ക് അനുമതി തന്നിരുന്നുവെങ്കിൽ മത്തഖദതു അബൂബക്കറിൻ ഖലീലാ, ഇഷ്ടക്കൂട്ടുകാരനായിട്ട് ഞാൻ എന്റെ അബൂബക്കറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്തത സഹചാരി നിയലില്ലാത്ത റസൂലുള്ളാഹിന്റെ നിയലായ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആദരവായ നബിയുടെ അടുത്തേക്ക് കയറി വരികയാണ്. എന്നിട്ട് പറയുകയാ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഇന്നലെ രാത്രി എനിക്കൊരു സ്വപ്നം കണ്ടു. എന്റെ സിദ്ദീഖേ, പറയൂ, നിങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? ആ സമയത്ത് പറയാൻ തുടങ്ങി, യാ റസൂലല്ലാഹ്, ലോകത്തിന്റെ നായക, അവിടുത്തെ തലപ്പാവും നിലത്ത് വീണിരിക്കുകയാണ്. അങ്ങനെ വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഞാനത് പൊക്കിയിട്ട് എന്റെ കയ്യിൽ പിടിച്ചിട്ട് ആ തലപ്പാവിന് ഞാൻ ചുടുചുംബനങ്ങൾ അർപ്പിക്കുന്ന ഒരു സ്വപ്നമാണ് കണ്ടത്. ആ സമയത്ത് ഹബീബ് നബി തങ്ങൾ തന്റെ ഇഷ്ടത്തോയനോട് പറയുകയാ, യാ അബൂബക്കർ, ഓ എന്റെ പ്രിയപ്പെട്ട അബൂബക്കറേ, ആ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം എന്താണെന്നല്ലേ എന്റെ അബൂബക്കറേ നിങ്ങൾക്കറിയേണ്ടത്? ഇന്നി അർതഹിലു മിൻ ദാരി ദുനിയാ ഇലാ ദാരിൽ ബഖാ, ഭൗതികമായ ലോകത്തിൽ നിന്നുള്ള എന്റെ ജീവിതത്തിന് തിരശ്ശീല വീയാറായേ പരലോകത്തിലേക്ക് തയ്യാറെടുപ്പ് നടത്താനുള്ള അർത്ഥമാണ് എന്റെ അബൂബക്കറെ ആ സ്വപ്നത്തിനുള്ളത്. അതിവിടെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ കാലശേഷം ഇവിടെ ഖലീഫയായിട്ട് നിയമിക്കുന്നത് എന്റെ അബൂബക്കറെ നിങ്ങളെയായിരിക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അബൂബക്കറിനെ സഹിക്കാൻ കഴിഞ്ഞിട്ടില്ല, കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ഇതും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ, നീതി എന്ന രണ്ടക്ഷരം ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ഉമർ ബിനുൽ ഖത്താബ്
ഒരു ദിവസം ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് വന്നിട്ട് ഒരാള് പറഞ്ഞെന്താന്നറിയോ, ഇത്രത്തോളം വളരെ കർശനമായ രീതിയിൽ നിയമം നടപ്പിൽ വരുത്തിയ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് ഒരു ദിവസം പറഞ്ഞു അത്രേ, അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തുമൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന സദസ്സാണ്. ആ സദസ്സില് മഹാനായ ഉമർ ഖത്താബിന്റെ അടുത്തേക്ക് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉമറേ, നിങ്ങളെ നീതി ശരിയല്ല, നിങ്ങളെ നീതി ശരിയല്ല. ആരോടായി പറയുന്നത്? യൂഫ്രട്ടീസ് നദിയുടെ തീരത്ത് കൂടെ ഒരൊട്ടകമങ്ങാനം നടന്നുപോയിട്ട് അതാ യൂഫ്രട്ടീസ് നദിയിലേക്ക് കാലിടറി വീണുപോകാൻ കാരണമായാൽ നാളെ എന്നോട് റബ്ബ് ചോദിക്കുമല്ലോ, ആ തെരുവോരങ്ങൾ എന്തുകൊണ്ട് നീ ശരിപ്പെടുത്തിയില്ല എന്നാലോചിച്ചുകൊണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് പാതിരാത്രി സമയത്ത് തന്റെ പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിലേക്ക് കടന്നുപോയിട്ട് കുപ്പായമയച്ചിട്ട് ചാട്ടവാറുകൊണ്ട് തന്റെ ശരീരത്തെ പ്രഹരിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ വിചാരണ നടത്തിയ ആളാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബിനോട് ഇതങ്ങോട്ട് പറഞ്ഞപ്പണിട്ട് കൈയിട്ടൊരു ഒറ്റ അടിയടിക്കാൻ പോയി. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വേണ്ട, ചെയ്യരുത് ഉമറേ, ഖുദിൽ അഫ്വ വഅ്മുർ വഅരിദാനിൽ ജാഹിലീൻ. എത്ര നന്നായിട്ട് കാര്യങ്ങൾ നിർവഹിച്ചാലും സംഘാടകർ വരലെ ഉറക്കില്ലാതെ ദാഹമിൽ വിശപ്പില്ലാതെ ദാഹം മറന്ന് ക്ഷീണം മറന്നുകൊണ്ട് എന്തു തന്നെ ചെയ്താലും അവസാനം പരിഹസിക്കുന്നവരെ നിങ്ങൾ വിവരമില്ലാത്ത ആളുകളാണ്. അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയായ ഉമർ ഖത്താബിന്റെ നീതി എത്രത്തോളം കർശനമായിട്ടുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്, ഉമർ ഖത്താബിനോട് പറഞ്ഞപ്പോ ദേഷ്യമടക്കാൻ പറ്റാതെ കൈകൊണ്ട് അടിക്കാൻ പോയ സമയത്തും പറഞ്ഞെന്താണെന്നറിയോ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ചെയ്യണ്ട, ആ വിഭാഗം ജാഹിലീങ്ങളായ ആളുകളാണ്, അതുകൊണ്ട് അവരെ തൊട്ട് മാപ്പിനെ പിടിക്ക്, മാറി നിൽക്ക്, അവർ ജാഹിലീങ്ങളാ, അവർ വിവരമില്ലാത്തവരാണ്, അതുകൊണ്ട് വിട്ടേക്ക് ഉമറേ. ചില സമയങ്ങളിൽ ഉമർ ഖത്താബിന്റെ വാക്കിന്റെ മുമ്പിൽ അള്ളാന്റെ റസൂല് പോലും തല താഴ്ത്തിയ സന്ദർഭമുണ്ട്. അറിയോ ആ സന്ദർഭം? അറിയോ? പല സന്ദർഭങ്ങളിലും റസൂൽ ഉമറിന്റെ വാക്കിന്റെ മുമ്പിൽ റളിയല്ലാഹു അൻഹു തല താഴ്ത്തി നിന്നു പോയിട്ടുണ്ട്. ഒരു ദിവസം അസ്ർ നിസ്കാരത്തിന്റെ സമയമായപ്പോ റസൂലുള്ളാഹിനെ കാണുന്നില്ല. റസൂൽ നിസ്കരിക്കാനൊട്ട് ആരെ ഏൽപ്പിച്ചിട്ടുമില്ല. നമ്മുടെ ഇവിടെ എങ്ങനെയാ, ബാങ്ക് കൊടുക്കുന്ന ഒരാളാണ്, ഇഖാമത്ത് കൊടുക്കുന്ന മറ്റൊരാളാണ്. സത്യത്തിൽ അങ്ങനെയാണോ ചെയ്യേണ്ടത്? ബാങ്ക് കൊടുക്കുന്ന ആള് തന്നെയാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്. അതാണ് ദീനിന്റെ നിയമം. പിന്നെ ഇഖാമത്ത് കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിന് മുമ്പ് ചിലര് സഫ് കെട്ടിയിട്ടുണ്ടാവും. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഇഖാമത്ത് കൊടുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ സഫിലേക്ക് കയറി നിൽക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാഫിയ ഇൽമു നൽകി അനുഗ്രഹിക്കട്ടെ. ഏതാവട്ടെ, സ്വഹാബത്ത് മുഴുവനും പള്ളിയിൽ നിന്നിറങ്ങി റസൂലുള്ളാഹിനെ തെരഞ്ഞു നടക്കാൻ തുടങ്ങി. പക്ഷേ റസൂലുള്ളാഹിക്ക് എന്താ പറ്റിയിട്ടുണ്ടാവുക? കാണുന്നില്ലല്ലോ. പലരും വരെ വൈക്കും തെരയാൻ തുടങ്ങി. മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു തോട്ടത്തിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി. അത്രേ, റസൂൽ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹീന്റെ സന്ദേശവുമായിട്ട് വന്നിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് മാറി നിന്നതാണെന്ന് പറഞ്ഞു. നബിയെ, നിങ്ങളെ ഞങ്ങൾ തിരയാത്ത സ്ഥലമില്ല, എല്ലാവരും പല ഭാഗത്തേക്കും തെരഞ്ഞ് നോക്കാൻ പോയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാളെ അബൂ ഹുറൈറ ശരി പോവാന്ന് പറഞ്ഞിട്ട് പോകുമ്പോ നബി പറഞ്ഞു, നിക്ക് അബൂ ഹുറൈറ, ഇതാ എന്റെ ചെരുപ്പ് പിടിച്ചോ, ഒരു സമാധാനത്തിന് വേണ്ടി ഇത് അവർക്ക് കാണിച്ചു കൊടുത്തേക്ക്, ഞാനിവിടെ ഉണ്ട് എന്നുള്ള അടയാളത്തിന്. പോകുമ്പോ റസൂല് പറയാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന.
വൈക്കുന്ന ആരെങ്കിലും കണ്ടുമുട്ടിയാല് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരുത്തന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അവൻ സ്വർഗത്തിൽ കടന്നു എന്നുള്ളൊരു മെസ്സേജും ആരെങ്കിലും അത് കണ്ടാൽ നൽകിയേക്ക് എന്ന് പറഞ്ഞിട്ട് വൈക്കുന്ന ആരെയാ കാണുന്നത്? മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ്. മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബിനെ വൈക്കുന്ന കാണുന്നത്. നബി ആ തോട്ടത്തിന്റെ ഉള്ളിലുണ്ട്, ഇതാ ചെരിപ്പ് തന്നിട്ടുണ്ട്, നബി ഉണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളത്തിനാണ്. ഖത്താബ് നേരെ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോ ഉമറേ അവിടെ. പിന്നെ വൈക്കുന്ന ആരെങ്കിലും കണ്ടാല് അള്ളാന്റെ റസൂല് പറയാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്, മൻകാന ആഖിറു കലാമി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിൽ കടന്നു എന്നൊന്ന് പറയാം. ഓടിപ്പോയിട്ട് ഉമർ ഖത്താബ് കൈ മടക്കിയിട്ട് അടിച്ചു വയറ്റിലേക്ക് ഒരൊറ്റ കുത്ത വീണുപോയി. ആ കുത്തിന്റെ ശക്തിയില് ഞാൻ നിന്നെ നബിയോട് പറഞ്ഞു കൊടുക്കും, ഞാൻ എന്തിനാണ് നീ ആക്രമിച്ചത് എന്നാ എനിക്ക് പോയിട്ട് പറഞ്ഞു കൊടുക്ക. അബൂ ഹുറൈറ പോയി. അബൂ ഹുറൈറ പിന്നിലൂടെ ഉമർ ഖത്താബും പോയി. നബിയോട് പറഞ്ഞു, നബിയെ ഒരു കാര്യമില്ലാതെ ഉമർ എന്നെ ആക്രമിച്ചിട്ടുണ്ട്, നിങ്ങൾ പറയാനേൽപ്പിച്ച ആ കാര്യം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഉമർ ഖത്താബ് എന്നെ ഉപദ്രവിച്ചത്. നബി ചോദിച്ചു, എന്തിനാണ് ആ പാവത്തെ വീടും ഒഴിവാക്കി, നാടും ഒഴിവാക്കി, കുടുംബം ഒഴിവാക്കി, ഞാൻ മാത്രമുണ്ട് എന്നുള്ള നിലക്ക് എന്റെ കൂടെ ഹിജ്റ വന്നതാണ് പാവം, എന്തിനാ ഉപദ്രവിച്ചത്? ആ സമയത്ത് പറഞ്ഞു, നബിയെ ഈ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞടക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന, ഓൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന്. പിന്നെ ആൾക്കാർ നിസ്കരിക്കുവോ? ആൾക്കാർ നോമ്പെടുക്കുവോ? ആൾക്കാർ സകാത്ത് കൊടുക്കുവോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ നടന്നാ പോരെ? നേതാവ് മുഹമ്മദ് മുസ്തഫ നല്ല താഴ്ത്തിപ്പോയി. ഏതാവട്ടെ, ഞാൻ പറഞ്ഞു പോകുകയാണ്. രണ്ടാമത്തെ ഖലീഫ, ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പേര് വരികയാണ്. നബിയേ, ഇന്നലെ രാത്രി എനിക്കും ഒരു സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ട് നബിയേ. ഞാൻ സാധാരണ കയ്യിൽ ഒരു മോതിരമണിയാറുണ്ട്. ആ മോതിരത്തിന്റെ കല്ല് നിലത്ത് വീണുപോയതാണ് ഞാൻ കണ്ട സ്വപ്നം. അള്ളാഹുവിന്റെ റസൂലിനോട് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ ഖലീഫ മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട ഉമറേ, ഇന്നൽ അംബിയാ കുല്ലുഹും കൽ ഖാത്തം. ലോകത്ത് കഴിഞ്ഞു പോയതായ അമ്പിയാക്കൾ മുഴുവനും ഒരു മോതിരം പോലെയാണ് ഉമറേ. ഞാൻ ആ മോതിരത്തിന്റെ കല്ല് പോലെയാണ്. ആ കല്ല് നിലത്ത് വീണുപോയതാണ്. എന്റെ പ്രിയപ്പെട്ട ഉമറേ, നിങ്ങൾ കണ്ടതെങ്കിൽ എന്റെ യാത്രയുടെ സമയമായിട്ടുണ്ട് എന്നാണ് ആ സ്വപ്നത്തിന്റെ അർത്ഥം ഉമറേ. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മരുമകനും കൂടിയായ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഇനി ഒരു പെൺകുട്ടി എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ പെൺകുട്ടിയെ ഞാൻ എന്റെ ഉസ്മാൻ എനിക്ക് വിവാഹം ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞ അവസാനം വീട് വളഞ്ഞിട്ട് ശത്രുക്കൾ ആക്രമിച്ചപ്പോ പരിശുദ്ധമായ ഖുർആനിന്റെ മുകളിലേക്ക് രക്തം ഇങ്ങനെ ഉതിർന്നു വീണപ്പോ വേദനയോടുകൂടെ ശരീരം ഇങ്ങനെ മുറിയുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത ഉസ്മാൻ റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ഞാനും കണ്ടുവല്ലോ പ്രവാചകരെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഇന്നലെ രാത്രി എനിക്കും ഒരു സ്വപ്നം കണ്ടുവല്ലോ. എന്താ ഉസ്മാനെ നിങ്ങൾ കണ്ട സ്വപ്നം? ആ സമയത്ത് പറയുകയാ, പരിശുദ്ധ ഖുർആനിന്റെ മടിയിൽ വെച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോ
ഇത് ഹബ്ബത്തിരീഹുന്, ആ സമയത്ത് ശക്തമായ ഒരു കാറ്റ് അടിച്ചു വീശുകയാ. ഫതഫറഖത് ഔറാഖുഹു, അപ്പോൾ ആ ഖുർആനിന്റെ ഏടുകളെല്ലാം പാറിപ്പറന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിനോട് ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടി എന്താണെന്നറിയോ? ഓ പ്രിയപ്പെട്ട ഉസ്മാൻ, നിങ്ങൾ പാരായണം ചെയ്ത വിശുദ്ധ ഖുർആൻ 23 കൊല്ലക്കാലം കൊണ്ട് ജിബ്രീൽ മുഖേന റബ്ബിന്റെ അടുക്കൽ നിന്ന് എനിക്ക് അറിയിപ്പ് കിട്ടിയ പരിശുദ്ധമായ വഹയിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ ഏടുകളെല്ലാം പാറിപ്പറന്നു പോകുന്നതാണ്. എന്റെ പ്രിയപ്പെട്ട ഉസ്മാനെ, നിങ്ങൾ കണ്ടുപോയതെങ്കിൽ ആ വഹയിന് ഭൂമി ലോകത്ത് നിലക്കാൻ പോവുകയാണ്. എന്റെ മരണത്തോടുകൂടെ ഇനി വഹയിന്റെ സന്ദേശവുമായിട്ട് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇനി ഒരിക്കൽ പോലും ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വരികയില്ല. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനും കരയുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹിന്റെ മറ്റൊരു മരുമകനും കൂടിയായ ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കിന്റെ 4ാമത്തെ ഖലീഫ അന മദീനത്തുൽ ഇൽമി വഅലിയും ബാബുഹാ, ഞാൻ വിജ്ഞാനത്തിന്റെ പട്ടണമാ, അലി അതിലേക്ക് കടക്കാനുള്ള കവാടമാ. ആദ്യത്തെ രാത്രി തന്നെ ഭാര്യ ഭർത്താവിന് കൊടുക്കേണ്ട എല്ലാ ഉപദേശങ്ങളും നൽകപ്പെട്ട ആളാണ് അലിയ്. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ജീവിതത്തിന്റെ ആദ്യത്തെ രാത്രിയിൽ ഭർത്താവിന് നൽകേണ്ട എല്ലാ വസിയ്യത്തുകളും മഹദിയായ ഫാത്തിമ നൽകിയിട്ടുണ്ട്. ആ ഫാത്തിമ ബീവിയുടെ ഭർത്താവാണ് അലിയ്. പറഞ്ഞുവല്ലോ ഫാത്തിമ ബീവിയോട്, എന്തിനാണ് കരയുന്നത്? എന്നെ ഇഷ്ടമില്ലെങ്കിൽ ഒന്ന് പറഞ്ഞാൽ പോരെ? പറയല്ല ഭർത്താവേ, നിങ്ങളെ കുറിച്ച് എന്റെ വാപ്പ മുഹമ്മദ് നബി ഒരുപാട് മദ്ഹുകൾ പറഞ്ഞു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സംഘാടകർ വക്കറ്റുമായിട്ട് വരുന്നുണ്ട്. നല്ല റാഹത്തായിട്ട് റസൂലുള്ളാഹിന്റെ വഫാത്താണെന്ന് പറയുന്നത് ഇതിനേക്കാളും നല്ലത് റസൂൽ വഴി എനിക്ക് നാളെ പരലോകത്ത് കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടെ നല്ല നല്ല സംഖ്യകൾ നിങ്ങൾ എടുക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഏതാവട്ടെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞുവല്ലോ, ഒന്നാമത്തെ വസിയ്യത്ത് എന്താ? ഇന്നത്തെ രാത്രി ഫാത്തിമ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, അയാളെ ഉറങ്ങല്ലേ. ഇന്നത്തെ രാത്രി എങ്ങാനും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ലോകത്തോട് വിട പറഞ്ഞു പോയാൽ, ഓ എന്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്നെ രാത്രി മറവ് ചെയ്യണേ. എന്റെ ശരീരം മറ്റൊരാൾക്ക് മുമ്പിൽ പ്രദർശനം ചെയ്യപ്പെടല്ല. എന്നെ മയ്യത്തെ കട്ടിലിന്റെ മുകളിലേക്ക് വെക്കപ്പെട്ടാൽ അതിന്റെ മുകളിലൂടെ ഒരു തുണി വിരിക്കണേ. എന്റെ ശരീരത്തിന്റെ വടിവ് മറ്റൊരാൾക്കും കാണാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ തുടങ്ങി ഒരുപാട് വസിയ്യത്തുകൾ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ജീവിതത്തിന്റെ ആദ്യത്തെ രാത്രി അതാ കൊടുക്കുകയാ. ഏതാവട്ടെ ആ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു കയറി വരികയാണ്. ആദരവായ നബിയെ, ഞാനും കണ്ടുവല്ലോ, ഇന്നലെ രാത്രി എനിക്കും ഒരു സ്വപ്ന ദർശനമുണ്ടായിട്ടുണ്ടല്ലോ നബിയെ. എന്താണ് പ്രിയപ്പെട്ട അലിയെ, നിങ്ങൾ കണ്ട സ്വപ്നം എന്താണ്? യുദ്ധത്തിന് പോകുമ്പോൾ നബിയെ നിങ്ങൾക്കറിയാമല്ലോ, ഞാനൊരു പടയങ്കി ധരിക്കാറുണ്ട്. ആ പടയങ്കി സഖത്തത്ത് അലൽ അർളി വഅബ്ഖാ ഉരിയാനാ. ആ പടയങ്കി നിലത്ത് വീണ
വീണത് വീണുപോയിട്ട് ഞാൻ വിവസ്ത്രനായിട്ട് നിൽക്കുന്ന ഒരു സ്വപ്നമാണ്, ഒരു രംഗമാണ് ഞാൻ സ്വപ്നത്തിലൂടെ കണ്ടത്. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് തന്റെ മരുമകനായ അലി ഇബ്നു അബീ ത്വാലിബിനോട് പറഞ്ഞു കൊടുക്കുന്നു, ഓ എന്റെ പ്രിയപ്പെട്ട അലിയേ, അദ്ദറുഹു വൽ ഖുവ്വാ, നിന്റെ പടയെങ്കിൽ അത് നിന്റെ പവറാ, അത് നിന്റെ ആരോഗ്യമാ, ഈ ലോകത്ത് നിന്റെ ശക്തിയായി നിലകൊണ്ടതാര ഞാനാണല്ലോ അലിയേ. ആ പടയെങ്കിൽ നിലത്ത് വീണ് പോയതാണ് എന്റെ പ്രിയപ്പെട്ട അലിയെ നിങ്ങൾ കണ്ടതെങ്കിൽ തസൂലു മിനൽ ഖുവ്വാ, നിന്റെ പടയെങ്കിൽ നിലത്ത് വീണിട്ട് വിവസ്ത്രനായിട്ട് നിൽക്കുന്ന ഒരു രംഗമാണ് നിനക്ക് കണ്ടതെങ്കിൽ അലിയേ, ബിവഫാഅതി, എന്റെ മരണത്തോടുകൂടെ തസൂലു മിനൽ ഖുവ്വാ, നിന്റെ ആസക്തി ചോർമടിക്കാൻ പോവുകയാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ സ്വഹാബ സ്വപ്നം കാണുകയാണ്, അല്ലാഹു തആല അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഹബീബ് നബി തങ്ങളുടെ മരണം. എത്ര കാരണമെന്നറിയോ, എത്ര കാരണമെന്നറിയോ ജീവിതത്തിൽ കടന്നുപോയത്. ഒരുപാട് കാരണങ്ങൾ സ്വഹാബത്തിന്റെ ഇടയിൽ പ്രകടമായിട്ടുണ്ട്. റസൂലുള്ളാഹിന്റെ വഫാത്തടിച്ചപ്പോൾ ആ റസൂൽ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം പിന്നെ ഒരിക്കലും ഇന്ന് വരെ ജിബ്രീൽ വഹീന്റെ സന്ദേശവുമായിട്ട് വന്നിട്ടില്ല. ഇനി ലോകാവസാനം വരെയും ജിബ്രീൽ വഹീന്റെ സന്ദേശവുമായിട്ട് ഭൂമി ലോകത്തേക്ക് വരില്ല. ഇനി ഒരു പ്രവാചകൻ നമുക്ക് വരാനില്ല. ഖലീഫമാരും സ്വപ്നം കണ്ടു, സ്വപ്ന ദർശനമുണ്ടായി. അവസാനം രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു വരികയാ. റസൂലുള്ളാഹിക്ക് വേദന എടുത്തു തുടങ്ങി ശരീരത്തിന്റെ പല ഭാഗങ്ങളും. ഏതാവട്ടെ വിശദീകരിച്ച് പറയുന്നില്ല, ചുരുക്കി പറയാണ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളും വേദനയെടുത്തു തുടങ്ങി. അവസാനം 7 വ്യത്യസ്തമായ കിണറുകളിലെ വെള്ളം ഒഴിക്കുകയാണ് റസൂലുള്ളാഹിന്റെ ശരീരത്തിലേക്ക്. അത് ഒഴിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ഒരു ആശ്വാസം കിട്ടുകയാണ്, തൽക്കാല ആശ്വാസം. ഹബീബ് നബി തങ്ങൾ വെള്ളം നനഞ്ഞതായ ഒരു തുണി കൊണ്ട് തന്റെ തലയങ്ങനെ ചുറ്റിക്കെട്ടുകയാണ്. നേരെ മസ്ജിദുൻ നബവിയുടെ ഉള്ളിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മിമ്പറിന്റെ താഴെപ്പടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് അങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് തന്റെ സ്വഹാബത്തിനെ മുഴുവനും വിളിച്ചുകൂട്ടി. തന്റെ പ്രഗത്ഭരായ പ്രതിഭാശാലികളായ സ്വഹാബത്തുൽ കിറാമിനെ മുഴുവത്തിനെയും മസ്ജിദുൻ നബവിയുടെ വിശാലമായ ആ ഭവനത്തിന്റെ ഉള്ളിലേക്ക് ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് അവരോട് പറയുകയാണ്, ഓ എന്റെ പ്രിയപ്പെട്ട സ്വഹാബ, ജീവിതത്തിന്റെ അവസാന സമയങ്ങളിലേക്ക് ഞാനിതാ കടക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ജീവിച്ചവനാണല്ലോ. മൻ കുന്തു ജലസ്തു ലഹു മഹ്റാ, ആരെങ്കിലും ഞാൻ ശാരീരികമായിട്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫഹാദാ ലഹരി, എന്റെ ശരീരം ഇതാ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫൽയസ്തഖിദ് മിൻഹു, പ്രതികാര നടപടിക്ക് നിങ്ങൾ ഒരുങ്ങിക്കോ സ്വഹാബ. വേദന സഹിക്കാൻ പറ്റാതെ 7 വ്യത്യസ്തമായ കിണറുകളിൽ നിന്നുള്ള വെള്ളം ശരീരത്തിലേക്ക് ഒലിച്ചിട്ട് ഒരു നനഞ്ഞ തുണിക്കഷ്ണം തലയിലേക്ക് കെട്ടിയിട്ട് ക്ഷീണിതനായ നബി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെയും തോളത്ത് കൈയിട്ടിട്ട് മസ്ജിദുൻ നബവിയുടെ മിമ്പറിൽ വന്നിരുന്നിട്ട് പറയാ, ഫഹാദാ ലഹ്രി, ഒരു
ഒരുപാട് കാലം ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചയാളാണ്. ഞാൻ അന്യായമായിട്ട് ഒരാളെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഉപദ്രവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഇതാ എന്റെ ശരീരം ഇതാ നിങ്ങളെ മുമ്പിൽ. അതുകൊണ്ട് നിങ്ങൾ പ്രതികാര നടപടിക്ക് ഒരുങ്ങിക്കോളൂ സ്വഹാബ. എന്നിട്ട് പറയാണ്, നിങ്ങളെ മുമ്പിൽ ഞാൻ ഇങ്ങനെ നിൽക്കാണ്, അതുകൊണ്ട് എന്നെ പ്രതികാരം ചെയ്തോളി. ഞാൻ ആരെയെങ്കിലും ചീത്ത വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിച്ചോളി. ഞാൻ ആരെയെങ്കിലും തല്ലി നോവിച്ചിട്ടുണ്ടെങ്കിൽ, അടിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ അടിച്ചോളി. ആ സമയത്ത് സുബ്ഹാന ജല്ല സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന്, അതാ നീണ്ടു കിടക്കുന്ന സ്വഹാബത്തിന്റെ ഇടയിൽ നിന്ന് ഒരാൾ കൈമുക്കിയിട്ട് എണീറ്റ് നിന്നിട്ട് പറയുന്നു, അനയാ റസൂലല്ലാഹ്, നബിയേ അങ്ങേ എനിക്ക് പ്രതികാരം ചെയ്യണം നബിയേ, അവിടത്തെ എനിക്ക് പ്രതികാര നടപടിക്ക് വിധേയനാക്കണം നബിയേ. ആ സമയത്ത് ഉമർ ഖത്താബ് ചാടി എണീറ്റ് കൊണ്ടിട്ട് പറഞ്ഞു, എന്തേടാ ഉക്കാസ നീ പറയുന്നത്? ഹബീബ് റസൂലുള്ളാന്റെ ഒരു രോമത്തിൽ പോലും തൊടാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല ഉക്കാസ. ആ സമയത്ത് അല്ലാഹുവിന്റെ തിരുദൂതർ കാരുണ്യത്തിന്റെ കടലായി അല്ലാഹുവിന്റെ റസൂലിനെ ലോകത്തിന് മുഴുവനും റഹ്മത്തായിട്ടല്ലാതെ ഈ ഭൂമി ലോകത്തേക്ക് നമ്മൾ അയച്ചിട്ടില്ല. അല്ലാഹുവിന്റെ പരിശുദ്ധമായ സന്നിധാനത്തിലേക്ക് സിദ്റത്തുൽ മുൻതഹയും കടന്ന് ബൈത്തുൽ ഉസ്സയും കടന്ന് ബൈത്തുൽ മഅമൂറും കടന്നു പോയ നബി ചെരിപ്പൂരാൻ നിൽക്കുമ്പോൾ, ഹളറത്തുൽ ഖുദ്സിൽ വെച്ചിട്ട് ചെരിപ്പൂരാൻ നിൽക്കുമ്പോ അല്ലാഹ് പറഞ്ഞു, നബിയെ ചെരിപ്പിട്ടിട്ട് കടക്കൂ എന്ന് പറഞ്ഞ പ്രവാചകൻ, ആ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പറയുന്നു, അനയാ റസൂലല്ലാഹ്, എനിക്കങ്ങയെ പ്രതികാരം ചെയ്യണം. ഉമർ ഖത്താബ് ചാടി എണീറ്റുകൊണ്ട് ഉക്കാശയെ തടഞ്ഞു. റസൂല് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഉമറേ, ഇലൈക അന്നീ യാ ഉമർ, ഉമറേ മാറി നിക്കിനടാ ഉമറേ, ഉക്കാശ എന്നെ പ്രതികാരം ചെയ്യട്ടെ. ഹബീബ് നബി തങ്ങളുടെ മുന്നിലേക്ക് ഉക്കാശ നടന്നു വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനൊന്ന് എണീറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത ഹബീബ്, ശരിക്കൊന്ന് നടക്കാൻ പറ്റാതെ അലി ഇബ്നു അബീ ത്വാലിബിന്റെ തോളിലും മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ തോളയിലും കൈയിട്ട് നടന്നു വന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ചിന്തിച്ചു നോക്ക്, പ്രവാചകന്റെ ആ ഒരു വരവ് മനസ്സിലേക്കൊന്ന് കൊണ്ടുവന്ന് നോക്ക് പ്രിയപ്പെട്ട മുഅ്മിനേ, പ്രിയപ്പെട്ട ഉമ്മ. നടക്കാൻ പോലും കഴിയാതെ 7 വ്യത്യസ്തമായ കിണറുകളിൽ നിന്ന് വെള്ളം ഒലിച്ചിട്ട് അല്പാശ്വാസം കിട്ടിയപ്പോ മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വന്നതാണ്. അത് തന്നെ ഒരു നനഞ്ഞ തുണിയെടുത്ത തലയിലേക്ക് ഇങ്ങനെ കെട്ടിയിട്ടാണ് കടന്നു വന്നത്. എന്നിട്ട് മിമ്പറിന്റെ താഴെപ്പടിയിൽ മിമ്പർ ഇങ്ങനെ ചായിരുന്നിട്ടാണ് ലോകത്തിന്റെ നേതാവ് പറഞ്ഞത്. ആ സമയത്ത് ഉക്കാശ എണീറ്റ് പറയാൻ, എനിക്ക് പ്രതികാരം ചെയ്യണം നബിയേ. നേരെ ഉക്കാശ വന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞെന്താണെന്നറിയോ? ആദരവായ നബിയേ, അങ്ങയിരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് നിൽക്കണം റസൂലേ. ക്കാൻ പോലും കഴിയാത്ത പ്രവാചകനോട് ഉക്കാശ പറയുകയാ, എണീറ്റ് നിൽക്കണം നബിയേ. ആ സമയത്ത് മിമ്പറിന്റെ ഒരു തൂണിൽ പിടിച്ചു
പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ നേതാവിങ്ങനെ പൊങ്ങിയിട്ട് ആ തൂണിലിങ്ങനെ കനം കൊടുത്തു നിൽക്കുകയാണ്. സ്വഹാബത്ത് ഹാലിളകി നിൽക്കുകയാണ്. എന്താ ഞങ്ങളെ നബിയെ ഉക്കാശ ചെയ്യുന്നത്? അവസാനം വീണ്ടും ഉക്കാശ പറയുകയാ. ഒരു യുദ്ധത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകരെ അണികളെ ശരിയാക്കി നിർത്തുമ്പോൾ ഒരു വടി കൊണ്ട് എന്റെ ശരീരത്തിൽ അങ്ങ് അടിച്ചപ്പോ എന്റെ ശരീരത്തിൽ കുപ്പായമുണ്ടായിരുന്നില്ല നബിയേ. അതുകൊണ്ട് നബിയേ കുപ്പായമയക്കണം റസൂലേ. സഹിക്കാൻ പറ്റുന്നില്ല സ്വഹാബത്തിന്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞു തുടങ്ങി. സഅദ് ബിൻ മുആദ് വിങ്ങിപ്പൊട്ടി. കരയാതെ ഇവിടുന്ന് എണീറ്റ് പോകല്ലേ. ആ ഒരു രംഗം മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളെ വാപ്പയെയാണ് കൺമുന്നിൽ വെച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയെയാണ് കണ്ണിന്റെ മുമ്പിൽ വെച്ച് മറ്റൊരാള് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? ഇത് ലോകത്തിന് മുഴുവനും റഹ്മത്തായ സിദ്റത്തുൽ മുൻതഹ മഖാമുഹു വഖാബ ഖൗസൈനി മത്ലൂബുഹു എന്ന് വളരെ മനോഹരമായി പറഞ്ഞ പ്രവാചക പ്രഭു ഉക്കാശ പറഞ്ഞു. കുപ്പായമയക്കണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ഒരു തൂണിൽ ഇങ്ങനെ പിടിച്ചിട്ട് അവിടുത്തെ നീളക്കുപ്പായം ഇങ്ങനെ ഉരുകയാ. നിൽക്കാൻ പോലും കഴിയാത്ത റസൂൽ കുപ്പായം ഉരുകയാണ്. അവിടുത്തെ പൂമേനി ഇങ്ങനെ വെളിപ്പെടുത്തി നിൽക്കുകയാണ്. പൂമേനി പുണ്യശറഫാക്കപ്പെട്ട ശരീരം. ഉക്കാശ വീണ്ടും റസൂലുള്ളാഹിനോട് പറയുന്നു, ആദരവായ നബിയേ, മുഹമ്മദ് നബിയേ, അന്ന് എന്നെ അണിയ സണികളെ ശരിയാക്കി നിർത്തുമ്പോ എന്നെ ഒന്ന് അടിച്ച ആ കുന്തം തന്നെ എനിക്ക് വേണം നബിയേ, അങ്ങയെ പ്രതികാരം ചെയ്യാൻ. റസൂല് പറഞ്ഞു, സദസ്സിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, എന്റെ രണ്ട് പൈതക്കിടാങ്ങൾ എവിടെ? അൽ ഹസന വൽ ഹുസൈൻ അൻഹുമാ. റസൂലുള്ളാഹിന്റെ രണ്ട് പൈതക്കിടാങ്ങൾ. ഞാൻ ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളും ഇഷ്ടപ്പെടൂ എന്ന് പറഞ്ഞ കുട്ടികൾ രണ്ടും ചെറിയ കുട്ടികളാ. അവരെ വിളിക്കുന്നു, മോനെ ഹസനെ, മോനെ ഹുസൈനെ. രണ്ടുപേരും മുപ്പച്ചിയുടെ അടുത്തേക്കൊന്ന് വരൂ. രണ്ട് ചെറിയ മക്കളും മുപ്പാന്റെ അടുത്തേക്ക് ഓടിപ്പോവുകയാണ്. എന്നിട്ട് ഉപ്പ പറയുന്നു രണ്ട് പൈതക്കിടങ്ങളോടും, നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ ഉമ്മ ഫാത്തിമ ബീവിയുടെ അടുത്തേക്കൊന്ന് ഓടിപ്പോകണം. എന്നിട്ട് ഉമ്മച്ചിയോട് പറയണം, വാപ്പ യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോകാറുള്ള കുന്തമുണ്ടല്ലോ, അതൊന്നെടുത്തു തരാൻ പറയണേ. മനസ്സില്ല മനസ്സോട് ചെറിയ എട്ടും പൊട്ടും തിരിയാത്ത മക്കൾ, ചെറിയ മക്കൾ ഓടിപ്പോവുകയാണ്. അവരുടെ ഉമ്മാന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, ഉമ്മ, റസൂല് കുന്തം ചോദിച്ചിട്ടുണ്ട്, വല്ലിപ്പ കുന്തം ചോദിച്ചിട്ടുണ്ട്. മക്കളെ, എന്തിനാണ് കുന്തം ചോദിക്കുന്നത്? ഉമ്മച്ചിയെ, നബിയെ പ്രതികാരം ചെയ്യാൻ കാത്തു നിൽക്കുന്നുണ്ട്. ആ സമയത്ത് ഫാത്തിമ ബീവി മക്കളോട് പറയാണ്, നിങ്ങൾ പറഞ്ഞില്ലേ ഉപ്പാക്ക് സുഖമില്ലാത്ത കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു ഉമ്മ, പക്ഷെ ഉക്കാശ കേൾക്കുന്നില്ല. എത്ര പറഞ്ഞിട്ടും ഉക്കാശ കേൾക്കുന്നില്ല. മനസ്സില്ല മനസ്സോടെ ഫാത്തിമയുടെ കണ്ണ് നിറഞ്ഞുപോയി. ഫാത്തിമ മനസ്സില്ല മനസ്സോടെ കുന്തമെടുത്തു കൊടുക്കുകയാണ്. ആ കുന്തവുമായിട്ട് ഉപ്പാന്റെ അടുത്തേക്ക് മദീനത്തെ പള്ളിയിലേക്ക് രണ്ട് പൈതക്കിടാങ്ങളും ഓടി വരികയാണ്. ഓടി വന്നിട്ട് കാശയുടെ അടുത്ത് കൊടുക്കൂ മക്കളെ, കുന്തം കൊടുക്കൂ. ആ പൈതക്കിടാങ്ങൾ കൊടുത്തു. കാശയുടെ അടുക്കൽ കുന്തം കൊടുത്തു. ഉക്കാശ എന്താ ചെയ്തതെന്നറിയോ? നിന്ന സ്ഥലത്ത് നിന്ന് ആ
റസൂലുള്ളാന്റെ അടുത്തെത്തിയപ്പോ കുന്തമെടുത്തിട്ട് മദീനത്തെ പള്ളിയുടെ മൂലയിലേക്ക് ഇങ്ങനെ എറിയുകയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാ, യാ റസൂലല്ലാഹ് അഖസസ്തു മിൻക യാ റസൂലല്ലാഹ്. ഉക്കാശ നബിയേ, അങ്ങയെ പ്രതികാരം ചെയ്യുകയോ? പാവപ്പെട്ട ഉക്കാശ അങ്ങയോട് പ്രതികാരം ചെയ്യുകയോ? ഇങ്ങനെ ഒരു പണി എന്തിനൊപ്പിച്ചു എന്ന് ചോദിച്ചാൽ പ്രഗത്ഭരായ സ്വഹാബ അബൂബക്കറിനെ പോലെയുള്ള, ഉമറിനെ പോലെയുള്ള, സഅദ് ഇബ്നു മുആദിനെ പോലെയുള്ള വളരെ ശക്തരായ സ്വഹാബ ഇവിടെ നിൽക്കുമ്പോ ഈ പാവപ്പെട്ട ഉക്കാശ എങ്ങനെയാണ് നബിയെ അങ്ങയെ പ്രതികാരം ചെയ്യുന്നത്? പിന്നെ ഈ പണി ഞാൻ ഒരുക്കിയത് എന്തിനാണെന്നറിയോ? ആ റസൂലുള്ളാന്റെ ശരീരം ഇങ്ങനെ ഓടിപ്പോയിട്ട് കെട്ടിപ്പിടിച്ച് നിന്നിട്ട് ഉക്കാശ പറയുകയാ, ഈ ഒരു പണി ഒരുക്കിയത് എന്താണെന്നറിയോ? ഇവരുടെ മുമ്പിൽ നിന്ന് അങ്ങയുടെ ശരീരം ഒന്ന് തൊടാൻ പോലും ഈ ഉക്കാശക്ക് കയ്യില്ലല്ലോ നബിയേ. ഞാനിതാ എന്റെ ശരീരത്തിലേക്ക് അങ്ങയുടെ ശറഫാക്കപ്പെട്ട ശരീരം ഇതാ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇന്നി ഹറമല്ലാഹു ജസദഹു അലന്നീറാൻ. ഇനി അല്ലാഹുവിന്റെ അലംഘനീയമായ വിധിക്ക് കീഴടങ്ങിക്കൊണ്ട് ഉക്കാശ മരണപ്പെട്ടു പോയാലും ഖബറുക്കാശയത്തിന്നില്ലല്ലോ. മാത്രമല്ലല്ലോ ഉക്കാശയിന് നരകത്തിനിക്ക് ഹറാമാണല്ലോ. അസ്റഫുൽ ഖൽഖ് തങ്ങളെ, അങ്ങയുടെ പുണ്യഭൂമേനി പതിഞ്ഞ ഈ ശരീരം, ഇനി ഉക്കാശയുടെ ഈ ശരീരം നരകം തൊടില്ലല്ലോ. റസൂലേ സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ അവസാനം മരണം അടുത്തു. ആയിഷ ബീവിയുടെ വീട്ടിലാണ് അല്ലാഹുവിന്റെ റസൂലുള്ളത്. അന്നത്തെ രാത്രി മൈമൂന ബീവിയുടെ രാത്രിയായിരുന്നു. പക്ഷേ ഭാര്യമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവര് സമ്മതം ചോദിച്ചു, ഞാൻ ഇന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ താമസിക്കട്ടെയോ? എല്ലാ ഭാര്യമാരും സമ്മതം കൊടുത്തു. അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഫാത്തിമ ബീവി ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കരഞ്ഞുകൊണ്ട് വരികയാ. രോഗം ഇങ്ങനെ മൂർച്ഛിച്ചു തുടങ്ങി. ഫാത്തിമ ബീവി ചെറ്റക്കുടിലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ആ വാതിലെങ്ങോട്ട് ചെറ്റക്കുടിലിന്റെ വാതിൽ അടക്കുകയാ. റസൂലുള്ളാന്റെ അടുത്ത് പോയിരിക്കുകയാ. ആ സമയത്താണ് ചെറ്റക്കുടിലിന്റെ വാതിൽ കതക് ഒരാൾ വന്നിട്ട് മുട്ടിയിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. വാതിൽ തുറക്കൂ നബിയേ, നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ. ഫാത്തിമ ബീവി കരഞ്ഞ് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ഓടിപ്പോയിട്ട് ആ ചട്ടക്കുടിലിന്റെ വാതിലിന്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, വാതിൽ തുറക്കാൻ പറ്റില്ല, തിരിച്ചു പോകണം, അല്ലാഹുവിന്റെ റസൂലിനിക്ക് സുഖമില്ല. അവർ വന്നാള് തിരിച്ചുപോയി. രണ്ടാമത് കുറച്ച് കഴിഞ്ഞപ്പോ പിന്നെയും ഒരാൾ വന്നിട്ട് വിളിക്കുന്നു, അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഫാത്തിമ ബീവി ഓടിപ്പോയിട്ട് പറഞ്ഞു, അതിൽ തുറക്കാൻ പറ്റില്ല, തിരിച്ചു പോകണം. കുറച്ചു കഴിഞ്ഞപ്പോ മൂന്നാമത്തെ ഒരാളും വന്നിട്ട് ദാറുൽ അർഖമിന്റെ ചട്ടക്കുടിലിന്റെ വാതിലങ്ങോട്ട് മുട്ടുകയാ. അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നുബുവ്വ. ഫാത്തിമ ഓടിപ്പോകുമ്പോൾ കിടന്ന ആയിഷ ബീവിയുടെ മടിത്തട്ടിൽ തല വെച്ച് കിടന്ന അല്ലാഹുവിന്റെ റസൂല് വിളിക്കുന്നു, യാ ഫാത്തിമ, മോളെ ഫാത്തിമ, വാതിൽ തുറക്ക് മോളെ, അത് എന്നെ കാണാൻ വന്നയാളാണ്. ലോകത്തിന് മുഴുവനും നഷ്ടം സംഭവിക്കാൻ പോവുകയാ. അല്ലാഹുവിന്റെ നൂറാനിയത്ത് അസ്തമയ ശേഷവും ലോകത്ത്
പ്രഭചൊരിഞ്ഞ ലോകത്തിന്റെ നായകൻ ലോകത്തോട് വിട പറയാൻ പോവുകയാ. വാതിൽ തുറക്കൂ മോളെ ഫാത്തിമ, അത് എന്നെ കാണാൻ വന്നയാളാണ്. മനസ്സില്ല മനസ്സോടെ ഫാത്തിമ ബീവി വാതിൽ തുറക്കുകയാണ്. ഒരാൾ വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ, നല്ല നീണ്ട മുടിയുള്ള, നല്ല താടിയുള്ള, നല്ല വെളുത്ത മുഖമുള്ള, കണ്ടാൽ തന്നെ വല്ലാത്ത ഒരു ഹൈബത്തും വക്കാറും തോന്നിക്കുന്ന നല്ല വേഷവിധാനമുള്ള ഒരാൾ വന്നിട്ട് റസൂലുള്ളാന്റെ കാലിന്റെ ഭാഗത്തിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, നബിയേ, ഞാൻ അസ്റായിലാണ് നബിയേ, അങ്ങേക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഈ സമയത്ത് അങ്ങയുടെ ആത്മാവിനെ പിടിച്ച് പറന്നു പോകും. അങ്ങേക്ക് സമ്മതമല്ലെങ്കിൽ പിന്നെ ഞാൻ വന്നോളാം. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ കരയുകയാണ്, സഹിക്കാൻ പറ്റില്ല. അല്ലാഹുവിന്റെ തിരുദൂതരിന്റെ ശരീരത്തിൽ നിന്ന് ചൂടേൽക്കാൻ ഭാഗ്യം ലഭിച്ച പെണ്ണാണ് ആയിഷ. പക്ഷേ ആയിഷ പറഞ്ഞല്ലോ, ഞാനും എന്റെ റസൂലും ജീവിച്ച കാലഘട്ടത്തിൽ ഇന്ന് വരെ ഞാൻ എന്റെ റസൂലിന്റെ ഔറത്ത് എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, റസൂലുള്ള എന്റെ ഔറത്തും കണ്ടിട്ടില്ല. ഒരുപാട് കാലം ജീവിച്ച് റസൂലുള്ളാന്റെ ശരീരത്തിലെ ചൂടേൽക്കാൻ ഭാഗ്യം ലഭിച്ച പെണ്ണ് ഇരുന്ന് കരയുകയാണ്. കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീരിങ്ങനെ ഒറ്റുവീഴുകയാണ്. റസൂല് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ആയിഷ കരയല്ല ആയിഷ, ഞാൻ മരിക്കുന്നതിന് മുമ്പ് എന്റെ പ്രിയപ്പെട്ട ആയിഷ നിങ്ങളാണ് മരിക്കുന്നതെങ്കിൽ ആയിഷ നിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്നത് ഞാനാ, നിങ്ങളെ കഫൻ ചെയ്യുന്നത് ഞാനാ, തുണിക്കഷ്ണം കൊണ്ട് കഫം പുടവ കൊണ്ട് നിങ്ങളെ പൊതിയുന്നത് ഞാനാ, നിങ്ങളെ കൊണ്ടുപോയിട്ട് കബറിന്റെ ഉള്ളിലേക്ക് വെക്കുന്നത് ഞാനായിരിക്കും. പക്ഷേ ഞാൻ പോവുകയാണ്, അള്ള എന്നെ വിളിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോവുകയാണ്. എന്റെ ആയിഷ വിഷമിക്കല്ല, ആയിഷ കരയല്ലേ. ആയിഷ ബീവിയോട് പറയുകയാണ്, ആയിഷ ആറാത്തിന്റെ കഷ്ണമൊന്ന് കടിച്ചിട്ട് എന്റെ വായയിലേക്ക് വെച്ചു തരുമോ? അവസാനമായിട്ട് റസൂലുള്ളാന്റെ പരിശുദ്ധമായ വായയിൽ അലിഞ്ഞു ചേർന്ന തുപ്പുനീര് മഹദിയായ ആയിഷ ബീവിയുടെ തുപ്പുനീരാൻ. ഏതാവട്ടെ, ഞാൻ ചുരുക്കി പറയുകയാണ്, ഇനിയും വിശാലമായിട്ട് പറയാനുണ്ട്. അസ്റായിൽ റൂഹ് പിടിക്കാൻ തുടങ്ങുകയാണ്. റസൂല് പറഞ്ഞു, ഒന്ന് പതുക്കെ പിടിക്കാൻ അസ്റായിലേ. അസ്റായിൽ പറഞ്ഞു, അല്ലയോ നബിയേ, ഇങ്ങനെ ആത്മാവിന് ഇന്ന് വരെ ഒരാളുടെ ആത്മാവിനെ ഞാൻ ഇത്ര നൈർമല്യത്തോടുകൂടെ പിടിച്ചിട്ടില്ല നബിയേ. അപ്പന്റെ സമുദായത്തിന്റെയോ എന്റെ സമുദായത്തിന്റെ ആത്മാവിനെ പിടിക്കുന്ന വേദന എങ്ങനെയാ അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്തു. അസ്വർ നബിയേ, ജീവനുള്ള ആട്ടിൻകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് ജീവനോടെ തോല് ഊരുമ്പോൾ ആ ചെറിയ ആട്ടിൻകുട്ടിക്ക് എത്രമാത്രം വേദനിക്കുമോ അത്രമാത്രം വേദനയുണ്ടാകും. നിങ്ങളെ സമുദായത്തിൽപ്പെട്ട ഓരോരുത്തരുടെയും റൂഹ് പിടിക്കുന്നതിന്റെ വേദന കരഞ്ഞുകൊണ്ട് റസൂല് പറഞ്ഞു. അസ്റായിലേ, അങ്ങനെ പറയല്ല അസ്റായിൽ. നമുക്ക് വേണ്ടി റസൂലുള്ളാഹിനോട് കേണപേക്ഷിച്ച നബി, നമുക്ക് വേണ്ടി കരഞ്ഞ നബി, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരാളെയും നരകത്തിൽ ബാക്കിയാക്കരുത് എന്ന് അള്ളാന്റെ റസൂലിന്റെ മുന്നിൽ റിസാലത്തിന്റെ ആ തല വെച്ചിട്ട് ദുആ ചെയ്ത നബി. എന്റെ സമുദായത്തിൽപ്പെട്ട എല്ലാവരുടെയും റൂഹ് പിടുത്തത്തിന്റെ വേദന എന്റെ റൂഹ് പിടുത്തത്തിൽ ചേർത്തിട്ട് എന്റെ സമുദായത്തിലെ ഒരാൾക്കും വേദന നൽകല്ലേ, അവരെ വേദനിപ്പിക്കല്ലേ, അവർക്ക് വേദനയുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ മുഹമ്മദ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം നിയലില്ലാത്ത റസൂലുള്ളാഹിന്റെ നിയലായ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ ആത്മാവിനെയും പിടിച്ച് പറന്നു പോയതിന് ശേഷം റസൂലുള്ളാഹിനെ കുളിപ്പിച്ച് മയ്യത്ത് കട്ടിലിൽ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട്. ഉമർ ഖത്താബ് അവിടെ ഓടി നടന്നിട്ട് പറയുന്നു, എന്റെ നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞാൽ അവന്റെ തല ഞാൻ അറുത്ത് കളയും. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ കരുണാനിധി മരണപ്പെട്ട് കിടക്കുകയാ. പക്ഷേ സമനില തെറ്റിപ്പോയി, സഹിക്കാൻ പറ്റാതെ പറഞ്ഞു പോയതാണ്. എന്റെ നബി മരിച്ചു എന്നാരെങ്കിലും പറഞ്ഞു പോയാൽ അവന്റെ തല ഞാൻ അറുക്കപ്പെടും. 63 കൊല്ലക്കാലം ചേർന്ന് നടന്ന അബൂബക്കർ സ്ഥലത്തില്ല. വേറെ എന്തോ ഒരാവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോയിട്ടാ ഉണ്ടായിരുന്ന മരണവാർത്ത അറിഞ്ഞപ്പോ ഒരു പൂച്ചക്കുട്ടിയെ പോലെ റസൂലുള്ളാഹിന്റെ മയ്യത്തിന്റെ അടുത്തേക്ക് കടന്നു വരുന്നു. ഉമർ നിലവിളിക്കുകയാണ്, സഹാബത്ത് വിങ്ങിപ്പൊട്ടുകയാണ്. ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അവസാനം ഒരു പൂച്ചക്കുട്ടിയെ പോലെ അബൂബക്കർ ബിൻ അബീ ഖുഹാഫ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ മുഖത്ത് നിന്ന് ആ തുണി കഷ്ണമൊന്നും മാറ്റിയിട്ട് അവിടുത്തെ നിർഗളിക്കുന്ന ചുണ്ട് കൊണ്ടുപോയിട്ട് റിസാലത്തിന്റെ മുദ്ര പൊതിഞ്ഞ നെറ്റിത്തടത്തിൽ വെച്ചിട്ട് പറഞ്ഞെന്താന്നറിയോ? എന്റെ പ്രിയപ്പെട്ട വായന്ന് കേൾക്കുന്ന ചെറുപ്പക്കാരാ, കരയണം ചെറുപ്പക്കാരാ, ഇന്ന് കരയണം ചെറുപ്പക്കാരാ. പ്രിയപ്പെട്ട ഉമ്മ, അബൂബക്കർ നിയലില്ലാത്ത റസൂലുള്ളാഹിന്റെ നിയല് ഒരുപാട് കാലം ഒരുമിച്ച് നടന്ന അബൂബക്കർ അവിടുത്തെ ചുണ്ടുകൊണ്ടുപോയിട്ട് അള്ളാന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിലേക്ക് ചുംബനം അർപ്പിച്ചിട്ട് പറഞ്ഞു, ഉമാ 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 അത്വയബക ഹയ്യാ ഉമാ അത്വയബക മയ്യിതാ. സഹിക്കാൻ പറ്റിയില്ല, കരയുകയാണ്. ഹൃദയത്തിന്റെ ഉള്ളിൽ ഉരുണ്ടുകൂടിയ ദുഃഖത്തിന്റെ നിഴലുകൾ മുഴുവനും കണ്ണീർ തുള്ളികളായി അബൂബക്കർ ബിൻ അബീ ഖുഹാഫ റളിയല്ലാഹു അൻഹുവിന്റെ കവിൾ തടത്തിലൂടെ ഇങ്ങനെ ചാലിട്ട് ഒഴുകുകയാ. അവസാനം ചുണ്ടുകൊണ്ടുപോയിട്ട് റസൂലുള്ളാഹിന്റെ നെറ്റിത്തടത്തിൽ വെച്ചിട്ട് പറഞ്ഞത്, വമാ അത്വയബക ഹയ്യാ വമാ അത്വയബക മയ്യിതാ. അല്ലാഹുവിന്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും അങ്ങയുടെ ശരീരത്തിൽ നിന്ന് സുഗന്ധമാണ്. അങ്ങ് മരണപ്പെട്ടതിന് ശേഷം അങ്ങയുടെ ശരീരത്തിൽ നിന്ന്, അങ്ങയുടെ ഭൂമേനിയിൽ നിന്ന് എന്തൊരു സുഗന്ധമാണ്. സ്വഹാബത്തിന് സഹിക്കാൻ പറ്റിയില്ല. ആ നിലാവ് ലോകത്ത് നിന്ന് അസ്തമിച്ചു പോയി. അവസാനം ബിലാലിന് പള്ളിയിൽ ബാങ്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂല് കഅബയുടെ മേലേക്ക് കയറ്റിയ ആദ്യത്തെ ആള്, ഒരൊറ്റ ആള് മാത്രമേ കഅബയുടെ മുകളിൽ കയറിയിട്ട് ബാങ്ക് കൊടുത്തിട്ടുള്ളൂ. ഇബ്രാഹിം നബി കഅബ പടുത്തുയർത്തുമ്പോൾ പോലും ഒരു പാറക്കല്ലിന്റെ മുകളിൽ കയറിയിട്ടാണ് കഅബ പടുത്തുയർത്തിയത്. ആ പാറ ഇങ്ങനെ പൊങ്ങി വന്നു എന്നാണ്. പക്ഷെ കഅബയുടെ മുകളിൽ കയറി ആദ്യം ബാങ്ക് കൊടുത്തയാള് ബിലാൽ, കാപ്പിരിയായ ബിലാൽ, കറുകറുത്ത ബിലാൽ. ബിലാലിന് സഹിക്കാൻ പറ്റുന്നില്ല. പള്ളിയിൽ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറയാൻ കറുകറുത്ത ബിലാലിന് കഴിയുന്നില്ല. ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ഒരുപാട് അക്രമങ്ങൾ ഏറ്റുവാങ്ങി
വാങ്ങിയ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ അടിമയായ ബിലാൽ ചുട്ടുപള്ളുന്ന മണൽത്തരിയുടെ മുകളിൽ മലർത്തി കിടത്തിയിട്ട് വലിയ പാറക്കല്ല് കയറ്റി വെച്ചിട്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ട് ഉമയ്യത്ത് ബിൻ ഖലഫിനോട് വെള്ളം ചോദിച്ചപ്പോൾ വായയിലേക്ക് മൂത്രം ഒഴിച്ചു കൊടുത്തു ബിലാലിന്റെ വായയിലേക്ക്. ആ ബിലാൽ അവസാനം മദീനത്തെ പള്ളിയിൽ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന വാക്ക് പറയാൻ, തൗഹീദിന്റെ മന്ത്രം പറയാൻ, ബാങ്കിന്റെ ധ്വനി പറയാൻ ബിലാലിന് കഴിയുന്നില്ല. അവസാനം തന്റെ ബാഗും കുപ്പായവും ഡ്രസ്സുമൊക്കെ തോളയിലിട്ടിട്ട് റസൂലുള്ളാഹിന്റെ റൗളന്റെ മുമ്പിൽ നിന്നിട്ട് പോയി റൗളയുടെ മുമ്പിൽ നിന്നിട്ട് പറഞ്ഞല്ലോ, നബിയേ ബിലാൽ പോവാണ്, അങ്ങയെ കാണാത്ത മദീനയിൽ ഇനി ബിലാലിന് നിൽക്കാൻ കഴിയില്ല നബിയേ, അങ്ങില്ലാത്ത മദീനത്തെ പള്ളിയിൽ ഇനി ബാങ്ക് കൊടുക്കാൻ ഈ ബിലാലിന് കഴിയില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബിലാൽ പോയി സാമിലേക്ക് പോയി, തന്റെ നാട്ടിലേക്ക് പോയി. അവസാനം ഉമർ ഖത്താബിന്റെ കാലഘട്ടം വന്നപ്പോഴാണ് ഉമർ ഖത്താബ് നിർബന്ധിച്ച് വിളിച്ചിട്ടും ബിലാൽ വരാൻ കൂട്ടാക്കിയില്ല. അന്നത്തെ രാത്രി ബിലാലിനെ വിളിച്ച അന്നത്തെ രാത്രി സ്വപ്നത്തിലൂടെ കടന്നു വരുന്നത് അനുയായികളുടെ ചലനങ്ങൾ അറിഞ്ഞ് ഇടപെടുന്ന നേതാവ് സയ്യിദുനാ സയ്യിദുൽ ആലമീൻ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നിട്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നുണ്ട്, യാ ബിലാൽ എന്നെ മറന്നുവല്ലേ, കുറച്ചു ദിവസം ബാങ്കിന്റെ ധ്വനി ഉരുവിടാതിരുന്നപ്പോ ഈ പാവപ്പെട്ട മുഹമ്മദിനെ നീ മറന്നുവല്ല ബിലാല്. ബിലാൽ കരയാൻ തുടങ്ങി. അവസാനം പാതിരാത്രി ഉറക്കിൽ നിന്ന് ഉണർന്നിട്ട് ബിലാൽ മദീനത്തെ പള്ളിയിലേക്ക് മദീനയെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. അന്ന് സുബ്ഹ് ബാങ്ക് അവിടെ നിന്ന് വിളിച്ചത് ബിലാലാണ്. പക്ഷേ ബാങ്കിന്റെ ധ്വനി പൂർത്തിയാക്കാൻ ബിലാലിന് റവാഹിന് കഴിഞ്ഞിട്ടില്ല. ബിലാലിന്റെ ശബ്ദം രാപ്പാടിക്കുയിലിന്റെ ശബ്ദം കേട്ടപ്പോ ആളുകളൊക്കെ വിചാരിച്ചു പോയി, അല്ലാഹുവിന്റെ തിരുദൂതർ വീണ്ടും മദീനത്തെ പള്ളിയിലേക്ക് വന്നു. ആളുകളൊക്കെ ഒരുമിച്ച് കൂടി മദീനത്തെ പള്ളിയിൽ. ആ സമയത്ത് കാണുന്നത് ബിലാൽ ബാങ്ക് കൊടുത്ത് ബാങ്ക് തീർക്കാൻ കഴിയാതെ ബോധം കെട്ടിക്കിടക്കുകയാ. എന്നിട്ട് റസൂലുള്ള എന്താ പറയുന്നതെന്നറിയോ? എല്ലാവർക്കും ഞാൻ നിർത്തുകയാ, എല്ലാവർക്കും എന്റെ കൈ കൊണ്ട് ഞാൻ ഹൗദുൽ കൗസർ കൊടുക്കുമ്പോ ഒരൊറ്റാൾക്ക് മാത്രം ഹൗദുൽ കൗസർ എന്റെ കയ്യിലെടുത്തിട്ട് വായയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ഒരാൾ അതെന്റെ സയ്യിദുനാ ബിലാൽ. സ്വഹാബാ, ഞാൻ മരണപ്പെട്ടു പോയാലും എന്റെ ബിലാലിന്റെ പേര് പറയുമ്പോ ബിലാല് എന്ന് നിങ്ങൾ വിളിക്കരുത്, സയ്യിദുനാ ബിലാൽ എന്നേ വിളിക്കാവൂ എന്ന് സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്ത സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല ഒരു ജീവിതത്തിൽ ഒരു ജ്വാലയായി, ഒരു കവിതയായി, എല്ലാം റസൂലുള്ളയായി ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.